ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ഡൈൻ വിത്ത് ജെയ്സണിൽ ക്രിസ്മസ് സ്പെഷ്യൽ മുഗളായ് ദം ബിരിയാണി ഉണ്ടാക്കാം. നമുക്കത് ചിക്കൻ, മട്ടൺ, ബീഫ് എല്ലാത്തിലും ചെയ്യാം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടാണ്. സ്പൈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം, എന്നാലേ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവുകയുള്ളൂ. നമുക്ക് തുടങ്ങാം. അതിന് ഞാൻ 1/2 കിലോ വലിയ പീസായിട്ടുള്ള ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ബദാം പൊടിച്ചത്, അതേപോലെ കാഷ്യൂനട്ടും ഒന്ന് രണ്ടാക്കി പൊടിച്ചതാണിത്. കുറച്ചൊരു 10 എടുത്തിട്ടുണ്ട്. ഒരു ബേ ലീവ്സ്, 2 ഏലക്കായി, 3 ഗ്രാമ്പ്, ഒരു പട്ട, ഒരു സ്റ്റാർ, ഒരു 10 കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളക്, വലിയ ജീരകം ഒരു നുള്ള്, വളരെ കുറച്ച് മതി. അതേപോലെ ചെറിയ ജീരകം ഒരു നുള്ള്. ഇത് ഷാജീരകം, കരിഞ്ജീരകം എന്ന് പറയും. ഇതെന്തായാലും മുഗളായ് ചിക്കൻ ബിരിയാണിക്കോ കറി വയ്ക്കുമ്പോൾ മസ്റ്റാണിത്, തീർച്ചയായും വേണം. അതില്ലാതെ പറ്റില്ല. അതിൻ്റെ കൂടെ നമുക്ക് 2 സ്പൂൺ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഒരു 4 സ്പൂൺ തൈരും. നമ്മൾ തക്കാളി ഒന്നും ഇടുന്നില്ല, ഇതുകൊണ്ട് ചെയ്യുന്നത്. കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് പുതിന ഇല, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, കൂടെ ഒരു 1/2 ലെമൺ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. ചെറുനാരങ്ങയും തൈരിൻ്റെയും പുളിയും കൊണ്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ഞാൻ 2 വലിയ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പകുതി റൈസിന് വേണം, പകുതി നമുക്ക് ഗ്രേവിയിലേക്ക് വേണം. നമ്മൾ ആ ഉള്ളി പൊരിച്ച ആ എണ്ണയാണ് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. കൂടെ 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് സാഫ്രാൻ, കുങ്കുമപ്പൂവും വേണം. അത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാനുള്ളതാണ്. കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം, നമുക്ക് അവസാനം ദം ചെയ്യുമ്പോൾ ഇടാനുള്ളതാണ്. അതിലൊരു ചെറിയൊരു നുള്ള് നമുക്ക് ഈ കുഴയ്ക്കുന്നതിൽ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പിന്നീട് വേണം മാറ്റി വയ്ക്കാം. ഇത് നന്നായി കുഴയ്ക്കണം. കുഴച്ചിട്ട് ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലാണ് അതിൽ നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ച് നമുക്ക് റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ ശരിയാവുള്ളൂ. ഒരു മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്തപ്പോൾ ഇട്ട പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഈ റൈസിലേക്കുള്ള വെള്ളത്തിൽ ഇടണം. ഒരു ബേ ലീവ്സും, പട്ട, ഗ്രാമ്പ്, ഏലക്കായി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജീരകം, ഷാജീരകം, അങ്ങനെ എല്ലാം നമ്മൾ ആദ്യം ഇട്ട് ആ മുഴുവനും കുറേശ്ശെ ഇട്ട് കൊടുക്കണം. കൂടുതലാകരുത്, എല്ലാം കൂടി ഒരുപാട് സ്പൈസി ആയി പോകും. എല്ലാം വളരെ കുറച്ചാണ് ഇടുന്നുള്ളൂ, അതുപോലെ ഇട്ടാൽ മതി. അതിൻ്റെ കൂടെ ഒരു ഡ്രൈ ലെമനും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് എല്ലാം ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക്, നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് 2 പച്ചമുളക് മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളക്കട്ടെ. 1/2 വേവ് ആക്കി എടുത്താൽ മതി. റൈസ് നമുക്ക് അത്രയും വേകേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള കുറച്ച് ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുക്കാം. ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുമ്പോൾ ചോറ് ഒട്ടിപ്പിടിക്കാതെ വിടർന്നിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഡ്രൈ ലെമണും ഇട്ട് കൊടുക്കുക, അതിൻ്റെ ഒരു ഫ്ലേവറും മണവും കിട്ടാൻ വേണ്ടിയിട്ടാണത്. അത് തിളച്ച് വരട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവണം. ഇത് ബാസ്മതി സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ജീരകസാല അരി ആയാലും കുഴപ്പമില്ല, പക്ഷേ ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ.
അരി എപ്പോഴും ബിരിയാണി വയ്ക്കുമ്പോൾ നല്ല അരി തന്നെ എടുക്കണം, അപ്പോഴേ അതിൻ്റെ രുചി നന്നായിരിക്കുള്ളൂ. അപ്പുറത്തെ അടുപ്പിൽ ഒരു പാൻ ചൂടാകുമ്പോൾ 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറോ നെയ്യോ ഓയിൽ എന്തായാലും കുഴപ്പമില്ല, ചെറുതായി ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ അതിൽ ഓയിൽ കുറച്ച് ചേർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മതിയാകും. അതിലേക്ക് ഈ നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. ഇതും അതേപോലെ തന്നെ ഒരു ഹാഫ് ബോയിൽ, അരവേവ് വെന്താൽ മതി. ദമ്മിടുമ്പോൾ എല്ലാം കൂടി ശരിയാവും. ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. നമ്മളിതിൻ്റെ മുമ്പ് 2-3 ബിരിയാണിയൊക്കെ ഇട്ടിട്ടുണ്ട്, വേറെ വിധം ഉള്ളത് എല്ലാം നോക്കണം. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കണം. കുറച്ച് വെന്ത് വരുമ്പോൾ അതിനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വലിയ പീസായതുകൊണ്ട് മെല്ലെ സിമ്മിൽ തീ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം, എന്നാലാണ് ഉള്ളൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അടിക്ക് പിടിക്കാതെ നോക്കണം. അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ റൈസ് എന്തായി നോക്കാം. ഏകദേശം ഹാഫ് ബോയിൽ ആയിട്ടുണ്ട്. അരവേവ് വെന്താൽ മതി, കൂടുതൽ വെന്താൽ ദമ്മിടുമ്പോഴേക്കും അത് കുഴഞ്ഞു പോകും. മതി, ഇതുപോലെ പാകത്തിൽ ഒരു പാത്രം എടുത്തിട്ട് അതിൽ ആക്കി വെക്കാം. വെള്ളം മുഴുവൻ വാർത്തെടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. എന്നിട്ട് പഴയൊരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ദമ്മിടാം. നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ടാകും. ഏകദേശമൊക്കെ നായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ചോറൊക്കെ നമുക്ക് നിരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് റൈസ്, എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ സാഫ്രാൻ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചതിന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ ചോറ് എടുക്കുമ്പോൾ ഒരു മഞ്ഞ കളറും വെള്ള കളറും വിധം കളർ വരുമ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാകും, ഹോട്ടലിലൊക്കെ കഴിക്കും പോലെ. അതേപോലെ ഇതിൻ്റെ നല്ലൊരു മണവും ഉണ്ടാകും. ബാക്കിയുള്ള റൈസ് ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇട്ട് നമുക്ക് ആ വെള്ളത്തിലുള്ള ലൈം വെറുതെ ഒന്ന് വെച്ച് കൊടുക്കുകയാണത്. എന്നിട്ട് ആ ഫ്രൈ ചെയ്ത ഓണിയൻ ഇടാം. ഈ മുഗളായി ചിക്കൻ കറിക്കും ബിരിയാണിക്കൊക്കെ ഈ ഫ്രൈഡ് ഓണിയൻ പ്രത്യേകം നല്ലൊരു ടേസ്റ്റാണിത്. എന്തായാലും അത് ചെയ്യണം. അത് കണ്ടുകഴിഞ്ഞ് ബാക്കിയുള്ള നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും മുകളിലിട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കാം. ഒരു സ്പൂൺ നെയ്യ് മുകളിലിട്ട് കൊടുക്കാം. മതി, ധാരാളം മതിയാകും. ഇതൊരു 10 മിനിറ്റ് ദമ്മിട്ട് വെച്ചാൽ മതി. ഈ ഹോളൊന്ന് ഒരു ഗ്രാമ്പ് വെച്ചിട്ട് ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റൈസ് അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒന്ന് പൊട്ടിപ്പിടിക്കാതെ പാകത്തിന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചിക്കനും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.